എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുറച്ചൊരു സങ്കീർണമായ വിഷയമാണ്. എന്ന് വെച്ചാൽ കുറച്ച് മറഞ്ഞു കിടന്ന കുറച്ച് വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മൾക്കറിയാം, ഷൈനി എന്ന സഹോദരിയുടെ മരണവും ആ കുഞ്ഞുങ്ങളുടെ മരണവും നമ്മളുടെ ആരുടെയും മനസ്സിൽ നിന്ന് ഇന്നും വിട്ടുപോയിട്ടില്ല, അല്ലേ? മനസാക്ഷിയുള്ള എല്ലാവരുടെയും മനസ്സിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളുടെ ചിരിക്കുന്ന മുഖവും അവരെ ആ വലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളും ഒന്നും നമ്മളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇന്നും ഇങ്ങനെ ജീവനോടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഇരിക്കുകയും യൂട്യൂബുകളിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇന്നും അത് പ്രാധാന്യത്തോടെ ആൾക്കാരത് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട റീസൺ അതാണ്. ആ കുഞ്ഞു മക്കളാണ് അതിനകത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായും വെളിച്ചത്തേക്ക് വന്നത് രണ്ട് വ്യക്തികളായിരുന്നു. ഒന്ന് ഷൈനിയുടെ ഹസ്ബൻഡും പിന്നെ ഷൈനിയുടെ ആ ഒരു ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ഒരു പാതിരിയുടെ കഥയുമാണ് പുറത്തോട്ട് വന്നിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം തൊട്ട് ഇതിനകത്ത് വേറെയും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഉണ്ടായിരുന്നു. ഓർക്കുക, നമ്മൾക്കറിയാം, ഈ ഷൈനിയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടായിരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലുകൾ ഈ കേസിനകത്തുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പലതും ഇന്ന് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷൈനിയുടെ അമ്മേനെക്കുറിച്ചൊക്കെ, ഷൈനിയുടെ ഭർത്താവിൻ്റെ അമ്മേനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു, പിന്നെ ഭർത്താവിൻ്റെ അപ്പനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അധികമാരും ചർച്ച ചെയ്യാതെ പോയൊരു വ്യക്തിയായിരുന്നു ഷൈനിയുടെ ഭർത്താവിൻ്റെ അനിയൻ ഉണ്ണി എന്ന് വിളിപ്പേരുള്ള സിബിൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുൻപേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു വിഷയം ഒന്ന് ടച്ച് ചെയ്ത് വിട്ടിരുന്നു. എന്തോ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അവൻ അത്ര വെടിപ്പല്ലല്ലോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക് എടുത്തിട്ട് സംസാരിച്ചത്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഒരു എൽസ സ്ത്രീയേക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഐഡിയിൽ, അതാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഒന്നെങ്കിൽ അത് ഫേക്ക് ഐ ഡി ആണ്. എന്തായാലും ആ ഐഡിയിൽ നിന്ന് വന്നിട്ട് സിബിനെ ഒത്തിരി അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ അവരങ്ങ് സംസാരിക്കുന്നത് കണ്ടു. അപ്പോഴേ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ തട്ടിപ്പുണ്ടല്ലോ, അവനെ അത്ര വെടിപ്പല്ലല്ലോ എന്നും എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. അപ്പോഴാണ് പിന്നെ നമ്മൾക്കറിയാം, അത് കഴിഞ്ഞ് ഓരോരോ ചില കാര്യങ്ങൾ അവർ ആ കമൻറ്റിനകത്തു നിന്ന് തന്നെ അവർ നമ്മൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾക്കറിയാം, ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടുമല്ലേ ഈ സിബിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടു. അതിനു മുൻപേ വേറെ ഏതോ ചാനലിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്യാൻ വിട്ടുപോയി. ഏതോ ഒരു ചാനലിനകത്ത് വേറൊരു വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം എന്താണ്, ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ അനിയനായ ഉണ്ണി എന്ന് വിളിപ്പേരുള്ള ഈ സിബിൻ എന്ന് പറയുന്നവൻ ഏതാണ്ട് അയൽക്കാരുമായിട്ടൊരു വിഷയമുണ്ടായതല്ലേ, അയൽവക്കത്തുള്ള ഒരു ചേട്ടനും കുടുംബവുമായിട്ട് ഒരു വിഷയമുണ്ടായി. ഏതാണ്ട് അവരുടെ കപ്പയിട്ട സ്ഥലത്തോട്ട് ആട് പോയെന്നോ, ഏതാണ്ട് കുഞ്ഞാട് അങ്ങോട്ട് പോയെന്നോ, അതിൻ്റെ എന്തോ പേരിൽ, ഒരു നിസ്സാര വിഷയത്തിൻ്റെ പേരിൽ ഈ സിബിൻ എന്ന് പറയുന്നവനും അവൻ്റെ അമ്മ, അതായത് ഷൈനിയുടെ മദറിൻലോ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് ഭയങ്കരം അവരോട് തെറി വിളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ സിബിൻ പോകുമ്പോഴേ അവൻ പുറകിൽ ഇങ്ങനെ കൈകെട്ടി പോകുന്നതിൻ്റെ അർത്ഥം അവൻ പുറകിലൊരു സംഭവം ഒളിപ്പിച്ചിട്ടാണ് ഇവൻ അങ്ങോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ ഇവൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഇവൻ്റെ കയ്യിൽ കരിങ്കല്ലായിരുന്നു അവനിങ്ങനെ പുറകോട്ട് പിടിച്ചത്. എന്നിട്ട് ഈ കരിങ്കല്ലും കൊണ്ടാണ് ഇവൻ ആ വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും പോകുന്നത്. എന്നിട്ട് അങ്ങനെ അവസാനം ഇവൻ ഈ സിബിൻ എന്ന് പറയുന്നവൻ, ആ തള്ള ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്, അതായത് സിബിൻ്റെ അമ്മ ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഈ സിബിൻ ആ ഒരു പ്രായമായ ആ എതിർഭാഗത്തുള്ള പ്രായമായ ഒരു അമ്മച്ചീനെ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് നിൽക്കണം, അത് ഏത് വകുപ്പിൽപ്പെടും? അത് സ്ത്രീപീഡനത്തിൻ്റെ പേരിലും വരും. കാരണം സ്ത്രീപീഡനം എന്ന് പറഞ്ഞാൽ, പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ദേഹത്ത് കൈവെക്കുന്നത് പോലും എന്താണ്, പീഡനമാണ് അല്ലേ? ഒരു പുരുഷൻ സ്ത്രീയുടെ ദേഹത്ത് അവരുടെ പെർമിഷൻ ഇല്ലാതെ കൈവെക്കുന്നത് തന്നെ എന്താണ്, അത് പീഡനമാണ്. എന്ന് വെച്ചാൽ 10 മിനിറ്റ് ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ അതുപോലും പീഡനമെന്നാണ് നമ്മളുടെ കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രായമായ ഒരു സ്ത്രീയെ ഇവൻ തള്ളിയിട്ടു എങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ദേഹത്ത് ഇവന് കൈ വെച്ചു എങ്കിൽ ഇത് ഒന്നാമത്തത് എന്താണ് വരുന്നത്, അത് സ്ത്രീ പീഡനത്തിൻ്റെ വകുപ്പിൽ പെടും. ഇനി രണ്ടാമത്തത് എന്താണ്, വയോധികയായ ഒരു സ്ത്രീയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വയോധികർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട്, ആ വകുപ്പിലും അത് പെടും. ഇനി മൂന്നാമത് ഇവൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ആ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മയുടെ മകൻ വന്നപ്പോൾ ആ മകനെയാണ് ഇവൻ എന്ത് ചെയ്തത്, ഇവൻ ഇങ്ങനെ. അപ്പോൾ ഈ മറ്റേ സിബിയുടെ, അതായത് ഈ സിബി അല്ലല്ലോ, എന്താ സിബിൻ്റെ അമ്മ
ആ ഒരു മറ്റേ മനുഷ്യൻ്റെ ദേഹത്ത് കയറി ഇരിക്കുക വരെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ര ആ പ്രായമുള്ള സ്ത്രീ എന്ത് ചെറ്റത്തരം അവർ കാണിച്ചേക്കുന്നതല്ലേ, അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ആ മനുഷ്യനെ, ആ സ്വന്തം അമ്മേനെ പിടിച്ചു മാറ്റാൻ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വന്ന ആ മനുഷ്യനെ ഇവൻ കല്ലുകൊണ്ട് അടിച്ച് അയാളുടെ തല പൊട്ടിച്ച് അയാളെ അവിടെ നിലത്ത് വീഴ്ചിട്ടു. എന്നിട്ട് ആ വീണ് കിടക്കുന്ന ആളുടെ പുറത്താണ് ആര് കയറിയിരുന്നത്, ഈ സിബിൻ്റെ അമ്മ കയറിയിരുന്ന് അവരെ ഉപദ്രവിച്ചത്. അപ്പോൾ ഒന്ന് നോർത്ത് നോക്കി, ഇത്രയും ക്രിമിനലാണ് ഈ തള്ളയും മകനും. അപ്പോൾ ഈ നോബി എന്ന് പറയുന്നവൻ, നോബിയൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ മുൻപിലൊന്നും ഒന്നുമല്ല. അപ്പം ഇവരായിരിക്കണം ഇതിൻ്റെ പിന്നിലുള്ള സൂത്രധാരന്മാർ. പിന്നെ നമ്മൾക്കറിയാം, ഹാർഡ് ഫാർമർ വീഡിയോയിൽ നമ്മൾ കണ്ടു, ഇവരുടെ പൈസ മുഴുവൻ, ഈ നോബിയുടെ പൈസ മുഴുവൻ അനിയനാണ് അടിച്ചു മാറ്റുന്നത്, അനിയൻ്റെ പേരിലോട്ടാണ് പോകുന്നതും. അവിടെ എവിടെയും സ്ഥലം മേടിച്ചതൊക്കെ, നോബിയുടെ പൈസ കൊടുത്ത് സ്ഥലം മേടിച്ചതൊക്കെ അനിയൻ്റെ പേരിലാണ് കിടക്കുന്നതെന്നൊക്കെ ഹാർഡ് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കേട്ടു. അപ്പോൾ ഇത്രയും ക്രൂരനാണ് ഈ സിബിൻ എന്ന് പറയുന്നത്. ആര്? ഈ നോബിയുടെ അനിയൻ എന്ന് പറയുന്നവൻ. അപ്പോൾ ഇവനാണ് എവിടെയോ സ്കൂളിൽ, അതായത് ഈ ജ്ഞാനായ കത്തോലിക്കരുടെ സഭയുടെ ഒരു സ്കൂളിൽ ഇവൻ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണെന്ന് പറയണേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്നിട്ട് ആ കേസ് കോടതിയിൽ ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ കേസിൽ പ്രതിയായ ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഇവനെയാണ് സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തൊരു വിരോധാഭാസമാണല്ലേ. എന്ന് വെച്ചാൽ വിദ്യ അഭ്യസിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിൽ ആരായിരിക്കണം? അധ്യാപകർ മാതൃകയുള്ളവരായിരിക്കണം. അപ്പോൾ അവരുടെ മുൻപിലേക്ക് ചെല്ലുന്ന ഇവൻ ആരാണ്? ഒരു ക്രിമിനൽ, ഒരു വയോധികയായ ഒരു സ്ത്രീയെ തള്ളിയിടുകയും അതുകൂടാതെ അവരുടെ മകനെ എന്താ പറയുക, കരിങ്കല്ല് കൊണ്ട് തല ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്ത ഒരു പക്കാ ക്രിമിനലിനെയാണ് ഇവരെവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവരറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അറിഞ്ഞിട്ടാണ്. എന്നിട്ടും എന്താണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റും അതിൻ്റെ അധികാരത്തിൽപ്പെട്ടവരും എന്തിനാണ് ഇവനെ ആ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണ് ഇത്രയും ക്രിമിനലിനെ എന്തിനാണ് ആ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ഒന്നുമല്ല അതിൻ്റെ ഉത്തരം. ആ പാതിരിയുടെ പേരിലാണ് ഇവനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു ക്രിമിനലിനെയാണോ ഇവർ സംരക്ഷിക്കേണ്ടത്? അതും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കൂളുകളിൽ എന്താണ്, അവർ നല്ല പൗരന്മാരെ അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇവൻ ഇത്രയും ഒരു ക്രിമിനലായ ഈ പുള്ളീനെ കൊണ്ടുവന്ന് ആ സ്കൂളിൽ ഇരുത്തേണ്ട കാര്യമുണ്ടോ? ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, പ്രകോപനം ഉണ്ടാകുന്നതിന് മുൻപേ ഇവൻ എന്താണ്, കരിങ്കല്ലുമായിട്ടാണ് ഇവൻ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഇവൻ അവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവൻ ആദ്യം തന്നെ എന്തായിരുന്നു, ഇവൻ്റെ തള്ളയുടെ മൈൻഡ് എന്തായിരുന്നു? ക്രിമിനൽ മൈൻഡായിരുന്നു. അതുകൊണ്ടല്ലേ ഇവർ ആദ്യം തന്നെ പ്രകോപനവുമായിട്ട് ചെന്നത്. നമ്മളൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായാലും ആദ്യം എല്ലാവരും എന്താണ്, എല്ലായിടത്തും അങ്ങനെയല്ലേ, ആദ്യമൊന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടായിരിക്കും പിന്നെ വലിയ കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുന്നതെന്ന് നമ്മൾക്ക് ഓരോ ന്യൂസുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം. എന്നാൽ ഇവരങ്ങനെയല്ല, ഇവരെ ആദ്യം തന്നെ അവരെ ഉപദ്രവിക്കണമെന്ന് കണക്ക് കൂട്ടി പർപ്പസിൽ ഉപദ്രവിക്കാൻ ചെന്നതാണ്. എന്നിട്ട് അവർക്കെതിരെ ഒരു കൗണ്ടർ കേസൊക്കെ ഫയൽ ചെയ്തു എന്ന് പറഞ്ഞു. അതെല്ലാ ക്രിമിനൽസും ചെയ്യുന്നതാണല്ലോ, എല്ലാവരും ക്രിമിനൽ തരം ചെയ്യും. എന്നിട്ട് ഈ ആകുന്നവർക്കെതിരെ ഒരു കൗണ്ടർ കേസ് അങ്ങ് കൊടുക്കും. അത് സർവ്വസാധാരണമാണ്. അത് മിക്കവാറും കോടതികളിൽ നിന്ന് ചീട്ടി പോകാറാണ് പതിവ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാതെ പോയൊരു സത്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ഒരു വീഡിയോയിൽ വന്നിട്ട് ഈ എൽസാ സ്ത്രീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയയിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് അവർ അതിനകത്ത് മറുപടിയൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതായത് സിബിൻ ഭയങ്കര നല്ലവനാന്നുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത് എന്നെ തെറി വിളിച്ചിട്ട്, ഒന്നെങ്കിൽ ഇത് ഇവൻ്റെ ഫേക്ക്, അല്ലെങ്കിൽ അവൻ്റെ വെമ്പർനോത്തൊരു ഫേക്ക്, അല്ലെങ്കിൽ ഇവരുടെ അത്രയും അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരുടെ ഫേക്ക് ഐ ഡി ആവാനാണ് ചാൻസ്. അത് എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു കമൻറ്റ് കൂടി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു, എന്തായാലും എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തോടാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവെ, ഇവനെ ഇന്ന് വെളിയിൽ അങ്ങ് കൊണ്ടുവരണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വേണ്ട വന്നിരിക്കുന്നു. പിന്നെയാണ് ഇവൻ്റെ കഥകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് അല്ലേ. ഇവനൊരു ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നുള്ള ചരിത്രങ്ങൾ വരെ ഇന്ന് സമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ നാട്ടുകാരായ ആൾക്കാർ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു വചനഭാഗം ഓർമ്മ വരുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ 121 സങ്കീർത്തനത്തിനകത്ത് ഒരു വചനമുണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതാണ് ആ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആ കല്ലുകൊണ്ട് ഇടികൊണ്ട് അയൽക്കാരനായ മനുഷ്യനെ ഓർത്ത് നോക്കിക്കും. ആ മനുഷ്യനെ ഇവർ ഒത്തുതീർപ്പിനൊക്കെ ചെന്നാണ് പറഞ്ഞത്, ഇടിച്ച് തല പൊട്ടിച്ചിട്ടിട്ട് പിന്നെ ഒത്തുതീർപ്പിന് ചെന്നെന്ന്. എന്തായാലും ആ മനുഷ്യൻ ഒത്തുതീർപ്പിനൊന്നും തയ്യാറായില്ല. അവർ കേസുമായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഓർക്കുക, ആ മനുഷ്യൻ്റെ നീതിയല്ലേ ഇവിടെ വെളിപ്പെട്ടത്. ആ മനുഷ്യന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം അല്ലായിരുന്നെങ്കിൽ ഈ കാര്യം ആരും അറിയത്തുണ്ടായിരുന്നില്ല. ആ മനുഷ്യനെ ഇടിച്ചപ്പോൾ ആ മനുഷ്യനൊരു പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്നാണ് ആ ഹാർഡ് ഫാർമറിൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു വ്യക്തി ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ആ മനുഷ്യന് ഒരു കുഞ്ഞിനെ പോലും നോവിക്കാത്ത ഒരു പാവ മനുഷ്യനാണ് ആ തല ഇടിച്ച് പൊട്ടിക്കപ്പെട്ട ആ മനുഷ്യൻ.
അപ്പോൾ ഞാൻ പറയും, നമ്മളൊക്കെ വിചാരിക്കൂലേ ദൈവം എവിടെ ദൈവം എവിടെ എന്ന്. ഇപ്പോൾ ആ മനുഷ്യന് വേണ്ടി ദൈവം കണ്ടോ ഇറങ്ങിയത് കണ്ടോ, ആ മനുഷ്യന് വേണ്ടി ദൈവം ഇറങ്ങി. ഇനി അത് ഈ കേസിന് ഈ സംഭവങ്ങളൊക്കെ ഒരു ബലമായിക്കോളും. അപ്പോൾ ആ ദൈവം ആ മനുഷ്യന് വേണ്ടി ഇറങ്ങി. ഇവൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം മുഴുവൻ ഒരു പരസ്യക്കോലമാക്കി ദൈവം ഇട്ടുകൊടുത്തത് കണ്ടോ. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ പല 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 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാത്തിനും ദൈവത്തിനൊരു ഉത്തരമുണ്ട് കേട്ടോ. ഇവിടെ ആ സിബിൻ എന്ന് പറയുന്നവൻ്റെയും അവൻ്റെയൊക്കെ ആ കുടുംബത്തിൻ്റെ ഒരു വൃത്തികെട്ട ചരിത്രം തന്നെയല്ലേ ഇന്ന് സമൂഹത്തിൻ്റെ മുൻപിലോട്ട് എറിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോ വീഡിയോകളിൽ അവരെയൊക്കെ പറയുന്നത് കേട്ടാൽ പെറ്റ തള സഹിക്കൂല. അങ്ങനെയാണ് ഓരോ വീഡിയോകളുടെ അടിയിലുള്ള കമൻറ്റുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊക്കെ അവർ ആയിട്ട് വിതച്ചതാണ്. അതിപ്പോൾ അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ അച്ഛൻ, പാതിരി ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇവർ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഇപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ എത്ര നിഷ്കളങ്കരായ മനുഷ്യരാണ് ചുറ്റുവട്ടത്തുള്ള. ഒരു അഡ്വക്കേറ്റിനെ കാണുമ്പോഴത്തേക്കും പേടിക്കേണ്ട കാര്യമുണ്ട്. എന്തിനാണ് പേടിക്കുന്നത്? അഡ്വക്കേറ്റിനെ അവിടെ കോടതി പോയിട്ട് മലമറിക്കും, ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇനി നമ്മൾ വിചാരിക്കും അതാണ് ഇപ്പോഴത്തെ ഈ പൊതുജനത്തിൻ്റെ ഒരു പൊതുവെയുള്ള ധാരണ കേട്ടോ. നമ്മൾ കോടതി കേസ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പേടിക്കണം. എവിടെയാണ് പേടിക്കേണ്ടത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം, തീർച്ചയായിട്ടും നമ്മൾ പേടിക്കണം. ഇനി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരുടെ കരത്തിൽ ഏൽപ്പിച്ചാൽ മതി? ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ഈ ലോകത്തിൽ നടപ്പുള്ള രീതിയിലൂടെ നമ്മളങ്ങ് മുൻപോട്ട് പോവുക. ഇപ്പോൾ കേസൊക്കെ ആയിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോവുക. നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു വക്കീലിനെ വെക്കുക. ഇനി നമ്മൾക്ക് വക്കീലില്ലെങ്കിൽ പോലും എന്താണ്, നമ്മൾക്ക് കുറച്ചൊക്കെ ബാധിക്കാൻ അറിയാമെങ്കിൽ അതിനുള്ള ചാൻസുമുണ്ട്. അങ്ങനെ നിയമമുണ്ട്. ഇനി അതുകൂടാതെ കോടതി തന്നെ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് വക്കീലിനെ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ തന്നെ നമ്മൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടുള്ള വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഈ കോടതി കേസ്, കോടതി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്തിനാണ് ഈ സാധാരണക്കാർ പേടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നീതിപീഠങ്ങൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവരിങ്ങനെ ഈ എന്താ പറയുക, ഈ ദാവീദിനെ ഗോലിയാത്ത് പേടിപ്പിച്ചുകൊണ്ടിരുന്നത് പോലെ അല്ല, ദാവീദിനല്ല, ഇസ്രായേൽ ജനത്തിന്. ദാവീദിൻ്റെ അടുത്ത് വിലപ്പോയില്ല എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ജനത്തിനെ ഈ ദാവീദ് ഗോലിയാത്ത് കിടന്നുകൊണ്ട് 40 ദിവസം കിടന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. അവസാനം ദാവീദ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ്റെ ഒരു കല്ലിനകത്ത് അവൻ വീണുപോയി എന്നുള്ളത്, ഒരു ചെറിയൊരു കല്ലിനകത്ത് അവൻ വീണുപോയി എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾക്ക് വചനത്തിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവർ ഗോലിയാത്തിനെ പോലെ ഈ അച്ഛൻ അവിടെ ഗോലിയാത്തിൻ്റെ സ്ഥാനമാണ്. അച്ഛനെ കാണിച്ചുകൊണ്ട്, കത്തനാരെ കാണിച്ചുകൊണ്ട് ഇവരിങ്ങനെ നാട്ടുകാരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഇവരുടെ വിഷയത്തിൽ ഇടപെടാതെ എന്തിനാവല്ലോ കൊല്ലാപ്പിലും ചെന്ന് ചാടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ മാറി നിന്നു. പക്ഷേ ഇപ്പം എന്തായി? ഗോലിയാത്തും വീണു, എല്ലാവരും വീണുപോയി. അത്രയും ഒരു സിറ്റുവേഷനിലോട്ട് ദൈവം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ആ നാട്ടിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഓർക്കുക, ആ മനുഷ്യനെ കല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു എന്നൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ നാട്ടുകാർ വന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുക, നിങ്ങൾ ആരുടെ കയ്യിലും ഇത്രയും ക്യാമറയുള്ള മൊബൈൽ ഉണ്ടായിട്ട് ഒരു വീഡിയോ പോലും നിങ്ങൾ ആരും എടുത്തില്ലേ? എടുത്തുവെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇതുപോലെയുള്ള ചാനലുകൾക്ക് നിങ്ങളത് കൊടുക്കുക. അത് നമ്മൾക്ക് ഇങ്ങനെ അങ്ങ് പുറത്തോട്ട് വിടാം ആ കേസ്. കാരണം ഇവൻ്റെ ആ ക്രൂരത എല്ലാവരും ഒന്ന്, സിബിൻ എന്ന് പറയുന്നവൻ്റെ ക്രൂരത എല്ലാവരും ഒന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നിങ്ങൾ ഓർക്കുക, ഓരോ സംഭവങ്ങളും നമ്മളുടെ മുൻപിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിയോടെ പെരുമാറണം. എന്ന് വെച്ചാൽ നമ്മൾ അതെല്ലാം വീഡിയോയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇടയായി തരണം. ഇങ്ങനെ പിടിച്ച് റെക്കോർഡ് ചെയ്യണമെന്നില്ല. അത് നമ്മുടെ പോക്കറ്റിൽ, പാണങ്ങളൊക്കെ ആണെങ്കിൽ പോക്കറ്റിൽ ക്യാമറ ഓണാക്കി അങ്ങ് ഇട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക് അങ്ങ് ആയിക്കോളുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കുക. ഇനി ഇവരുടെ വീടുകളിൻ്റെ മുൻപിൽ കൂടിയൊക്കെ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകാൻ നമ്മൾ തന്നെ ജാഗ്രതയോടെ നിന്ന് നമ്മളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നാലേ, കാരണം കോടതികളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് തെളിവുകളാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ആ തെളിവുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? ശേഖരിക്കുക തന്നെ ചെയ്യണം. ഇനി ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും ആ തെളിവുകളൊക്കെ കിടക്കട്ടെ, നാളെ ആർക്കെങ്കിലും അതൊക്കെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ആരും നമ്മൾ വിചാരിക്കും ഒരു ഗോലിയാത്തിനെ കണ്ടൊക്കെ നമ്മളങ്ങ് പേടിച്ചു പോകരുത് കേട്ടോ. കാരണം ഈ ഗോലിയാത്തിനെ വെല്ലുവിളിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഗോലിയാത്ത് അങ്ങ് കയറി നിന്നുകൊണ്ട് അങ്ങ് വെല്ലുവിളിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ദാവീദിൻ്റെ കല്ലിവന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ആരെ? ഈ ഗോലിയാത്തിനെ വീഴിക്കാൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ദാവീദ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾക്കറിയാം, ദാവീദ് ഒരു ചെറിയ പയ്യനായിരുന്നു, അല്ലേ? ആട്ടിടയനായ പയ്യനായിരുന്നു അന്ന്. ആ ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴിക്കുന്ന സമയത്ത് ദാവീദിന് അത്രേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ, ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ആ ദാവീദിൻ്റെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞു കല്ലുകൊണ്ട് ഇവനെ വീഴ്ത്തിയെന്ന് നമ്മൾക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. എന്ന് വെച്ചാൽ ഏത് വലിയ ഗോലിയാത്തിനെ വീഴിക്കാൻ ആര് മതി? ഒരു ചെറിയ ദാവീദും ആ ദാവീദിൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞു കല്ലും മതി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നമ്മളുടെ സഹായം
വരുന്നത് എവിടുന്ന? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് സഹായം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ദൈവത്തിലേക്ക് മാത്രം നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അതാണ് നമ്മളുടെ ദൈവം നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷൻ കേട്ടോ. പക്ഷേ എങ്ങനെയാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? നമ്മളുടെ കണ്ണ് എങ്ങോട്ടായിരിക്കണം? ദൈവത്തിങ്കിലേക്കായിരിക്കണം നമ്മുടെ കണ്ണ് ദൈവത്തിങ്കിലേക്കാകുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾക്ക് വേണ്ടി ഉണ്ടാകുന്നതെന്ന് നമ്മൾ മറക്കാതിരിക്കുക. പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട്. എന്ത് ചെയ്യണം? നമ്മളുടെ കണ്ണ് എങ്ങോട്ടായിരിക്കണം? നമ്മളുടെ കണ്ണ് ദൈവത്തിലേക്ക് നമ്മളുടെ കണ്ണ് ഉയർത്തണം. അവിടെയാണ് ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ നീതി ഷൈനിക്കും, കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടട്ടെ. മറിഞ്ഞിരിക്കുന്ന ഓരോരുത്തരും വെളിയിലോട്ട് വരട്ടെ. അതിൽ കൂട്ടുപ്രതികളായിരിക്കുന്നവരെ എല്ലാം എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.